ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. ഇന്ന് ഞാൻ അയല ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് അയല മീനെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ എടുത്തിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് മസാലക്കൂട്ട് തയ്യാറാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മീനിലേക്ക് പുരട്ടാൻ ആവശ്യമുള്ള മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനായിട്ട് എടുത്ത് മസാലകൾ നന്നായിട്ട് മീനിൽ പിടിക്കത്തക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പം മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ മീനിലും ഇതുപോലെ മസാലകൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് മസാലയൊക്കെ ഒന്ന് ആ മീനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓടിപ്പോവുക, കൂടാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ, മറക്കരുതേ. ഇപ്പോൾ മീനിൽ മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഈ മീനെല്ലാം വറുക്കാൻ വേണ്ടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിം വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് നമുക്ക് ഇത് വറുത്തെടുക്കാൻ. ഒരുപാട് കരിഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്ക് മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 3 മീനും നന്നായിട്ട് ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡ് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താൽ മതി. മീൻ വെന്തിട്ടുണ്ട്, നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അയല വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ.